Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ ഇബിൻ. മൊബൈൽ ഫോൺ കുട്ടികളിൽ ദോഷമുണ്ടാക്കുന്നുവെന്ന റിപ്പോർട്ടിന്മേൽ കടുത്ത നടപടികൾ എടുത്തിരിക്കുകയാണ് ബാർനൈറ്റ് കൗൺസിൽ. തങ്ങളുടെ കീഴിലെ എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം. വടക്കൻ ലണ്ടനിലെ ബാർനൈറ്റ് കൗൺസിൽ ഫോൺ വിലക്കുന്ന ആദ്യ കൗൺസിലായി മാറിയിരിക്കുകയാണ്. സെപ്റ്റംബർ മുതൽ സ്മാർട്ട് ഫോണുകൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിക്കും. 60,000 വിദ്യാർത്ഥികൾ പുതിയ നിയമം അനുസരിക്കണം. 103 പ്രൈമറി സ്കൂളുകളും 23 സെക്കൻഡറി സ്കൂളുകളുമാണ് ബാർനെറ്റിലുള്ളത്. സ്മാർട്ട് ഫോൺ ഫ്രീ ചൈൽഡ്ഹുഡ് എന്നീ ചാരിറ്റിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വടക്കൻ ലണ്ടനിലെ ഈ ബറോയിലുള്ള രക്ഷിതാക്കൾ കുട്ടികൾക്ക് 14 വയസ്സ് വരെ സ്മാർട്ട് ഫോൺ നൽകരുതെന്നും 16 വയസ്സ് വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവാൻ അനുവദിക്കരുതെന്നും നിർദ്ദേശമുള്ള കത്തുകൾ അയക്കും. കുട്ടികളുടെ സുരക്ഷയ്ക്കായി സാധാരണ ഫോൺ നൽകുവാനും നിർദ്ദേശിക്കും. കെയർ ഹോമിൽ കുറഞ്ഞ ശമ്പളം നൽകി ജീവനക്കാരെ ചൂഷണം ചെയ്ത മലയാളിയായ മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തതായി സൂചന. കെയർ ഹോം മേഖലയിലെ തട്ടിപ്പുകാർക്കെതിരെ പോരാടുന്ന അനീഷ് എബ്രഹാം സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ഇത്തരം വിവരം പങ്കുവച്ചിരിക്കുന്നത്. കെയർ ഹോമിലെ ജീവനക്കാരനായ മലയാളി കെയർക്ക് വെറും 380 പൗണ്ടായിരുന്നു ശമ്പളമായി 4 ആഴ്ച കൂടുമ്പോൾ കിട്ടിയിരുന്നതെന്നും ഇതേ തുടർന്ന് ജീവനക്കാരൻ നൽകിയ പരാതിയെ തുടർന്നാണ് കെയർ ഹോം മാനേജറെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതെന്നുമാണ് അനീഷ് എബ്രഹാം പറയുന്നത്. എന്നാൽ അന്വേഷണ വിധേയമായാണ് അറസ്റ്റ് ചെയ്തതിനാൽ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. UK-യിൽ നഴ്സിംഗ് കെയർ മേഖലയിൽ കെയർ വിസയിലെത്തിയവർ അഭിമുഖീകരിക്കുന്ന ദുരവസ്ഥയും ജോലി നേടാൻ പണമായി നൽകിയ ലക്ഷങ്ങളുടെ കണക്കും തുറന്നു കാട്ടിയിരിക്കുകയാണ് ഒരു പ്രമുഖ പത്രം നടത്തിയ സർവേ റിപ്പോർട്ട്. ഈ സർവേയിൽ പങ്കെടുത്ത പലരും ഏകദേശം 20 ലക്ഷം രൂപ വരെ നൽകിയാണ് കെയർ വിസ സംഘടിപ്പിച്ചതെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. UK-യിലെ നഴ്സുമാരുടെയും കെയർമാരുടെയും സംഘടനയായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രതിനിധികൾ ആരോഗ്യമന്ത്രി വൈസ് ട്രീറ്റിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യമേഖലയിൽ വരുന്ന 10 വർഷത്തെ പദ്ധതികൾക്ക് അനുയോജ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനാണ് കൂടിക്കാഴ്ച നടന്നത്. നഴ്സുമാർക്ക് തൊഴിൽ പരിചയത്തിനനുസരിച്ച് ശമ്പള വർധനവ് നൽകണമെന്ന ആവശ്യം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ RCN അംഗങ്ങൾ ചർച്ചയിൽ അവതരിപ്പിച്ചു. ആരോഗ്യ സാമൂഹിക സുരക്ഷാ മേഖലയിൽ രൂപീകരിക്കുന്ന ഏതൊരു പദ്ധതിയും നഴ്സിംഗ് മേഖലയിൽ കേന്ദ്രീകരിച്ചായിരിക്കണം നടപ്പിലാക്കേണ്ടതെന്ന് RCN ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ, RCN പ്രസിഡന്റും മലയാളിയുമായ ബിജോയ് സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ആവശ്യപ്പെട്ടു. NHS-ന്റെയും സോഷ്യൽ കെയർ മേഖലയുടെയും ഭാവി ശക്തിപ്പെടുത്തുന്നതിന് നിരവധി നിർദ്ദേശങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നു. മെഡ്വേയിൽ സൗജന്യ ബോളിവുഡ് ഡാൻസ് പരിശീലന കളരി. അന്താരാഷ്ട്ര പരിശീലനം ലഭിച്ചതും സർട്ടിഫൈഡ് ഡാൻസ് മാസ്റ്റർ രതീഷിന്റെ നൃത്തത്തിന്റെ സൗജന്യ ടെസ്റ്റ് സ്റ്റേഷനിലേക്ക് ഏവർക്കും പങ്കെടുക്കാം. ഫെബ്രുവരി 23-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ജുലിംഗ്ഹാമിലെ വുഡ്ലാൻഡ്സ് ആർട്സ് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ അവസരം പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തൂ. ഇനി നാട്ടിലെ വാർത്തകൾ. 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചരണത്തിനെതിരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ജാഗ്രത പാലിക്കണമെന്ന് CBSE. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിരീക്ഷിക്കുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നും CBSE അധികൃതർ പറഞ്ഞു. തലപ്പുഴയിലെ കടുവയെ പിടിക്കുവാൻ വനംവകുപ്പ് കൂടെത്തിച്ചു. ജനകീയ പ്രതിഷേധത്തിനൊടുവിലാണ് കൂടെത്തിച്ചത്. തലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കടുവയെ പിടിക്കുവാൻ സാധിച്ചില്ല. കടുവയെ പിടികൂടണമെന്നും വിദ്യാർത്ഥികൾക്ക് അവധി നൽകി ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് തലപ്പുഴ ഗവൺമെന്റ് എഞ്ചിനീയർ കോളേജിൽ SFI പഠിപ്പ് മുടക്കി. പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. വിദ്യാർത്ഥികൾ നിരവധി പേർ തലപ്പുഴയിലും പരിസര പ്രദേശങ്ങളുമാണ് താമസിക്കുന്നത്. കടുവ ഭീതിയിൽ പുറത്തിറങ്ങുവാൻ സാധിക്കാത്തതിനാലാണ് ഓൺലൈൻ ക്ലാസ് അനുവദിക്കണമെന്ന് SFI ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ വേനൽക്കാലത്തേതുപോലെ ഇത്തവണയും സംസ്ഥാനത്ത് പലയിടങ്ങളിലും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് വേണ്ടിവരും. പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി എത്തിച്ച് വിതരണം ചെയ്യുവാനുള്ള ശേഷി വിതരണ പ്രസരണ ശൃംഖലകൾക്കില്ല. വർദ്ധിച്ച ആവശ്യം കണക്കിലെടുത്ത് വൈദ്യുതി കടത്തിവിടുവാൻ നിലവിലെ സംവിധാനങ്ങൾക്കാകില്ല. സംസ്ഥാനത്തെ വൈദ്യുതി പ്രസരണ ഇടനാഴിയും വിതരണ ശൃംഖലയും നവീകരിക്കുവാൻ ഉത്സാഹവും പണവുമില്ല. കഴിഞ്ഞ വേനലിൽ വടക്കൻ കേരളത്തിലും ഇടുക്കി തുടങ്ങിയ മലയോര ജില്ലകളിലും തിരുവനന്തപുരം ഉൾപ്പെടെ നഗരങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട അനുഭവമുണ്ടായിട്ടും KSEB മുന്നൊരുക്കം വേഗത്തിലാക്കിയിട്ടില്ല. ഇനി കായിക വാർത്തകൾ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ പതാകയില്ലെന്ന് റിപ്പോർട്ട്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള 7 ടീമുകളുടെയും പതാകകൾ കറാച്ചിയിലെ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പതാക മാത്രം സ്റ്റേഡിയത്തിൽ ഇല്ലെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വൈറലാണ്. ഇന്ത്യയുടെ പതാക എന്തുകൊണ്ട് സ്റ്റേഡിയത്തിൽ സ്ഥാപിക്കാത്തതെന്നതിൽ ICCയോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡോ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത്. പാകിസ്ഥാനിലേക്ക് ടൂർണമെന്റ് കളിക്കുവാൻ ടീമിനെ അയക്കില്ലെന്ന് BCCയുടെ നിലപാട് എടുത്തതോടെയാണ് ICC ഇടപെട്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 109.45 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.